ഹയാസിന് ഇന്ന് മദ്രസുള്ള ദിവസമാണ് കേട്ടോ. പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. ഷർട്ടും പാനൊക്കെ തന്നെ ഇട്ടോളൂ കേട്ടോ. ബട്ടൺസ് പൂട്ടാൻ മാത്രം ഒരാളുടെ ഹെൽപ്പ് മതി. റെഡി ആയി കഴിയുമ്പോൾ കുറച്ചധികം നേരം ഞങ്ങളുടേതായ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ. അപ്പൊ ഹയാസിനെ റെഡിയാക്കി വന്നപ്പോഴേക്കും ആദ്യത്തെ സെറ്റ് പുട്ട് ഇവിടെ ആവിയേറിയിട്ടുണ്ട്. അത് ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 കാടമുട്ടയിരുന്നു. ഞാൻ ആ പുട്ടുകൂടത്തിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതും കൂടി എടുത്തിട്ട് ഹയാസിന് പുട്ടും പഞ്ചസാരയും കാടമുട്ടയും കൂട്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുത്തത്. പിന്നെ നമ്മുടെ കുട്ടീസ് എല്ലാവരും കൂടി ഇതേ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറുന്നുണ്ട്. കൂട്ടത്തിൽ സനയും പോയിട്ടുണ്ട്. ഇന്നിപ്പോ വാപ്പിച്ചിയുടെ വണ്ടിക്കാണ് കേട്ടോ ഇക്കാക പിള്ളേരെ കൊണ്ടാക്കിയത്. അടുത്ത കുറ്റി പുട്ടങ്ങോട്ട് കുത്തി വന്നപ്പോഴേക്കും ഹംന എഴുന്നേറ്റ് വന്ന് ഹംനെ ഹെസയും കൂടി ഇവിടെ ഇരുന്ന് തകൃതിയായിട്ട് ഊഞ്ഞാലാടുന്നുണ്ട്. പുട്ടിന് കോമ്പിനേഷൻ ആയിട്ട് മുട്ടക്കറിയാണ് കേട്ടോ. എല്ലാ സെറ്റ് പുട്ട് റെഡി ആവുന്നതിന് മുന്നേ തന്നെ മുട്ടക്കറി ഇവിടെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സെയിം ആയിട്ട് ആർക്കൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാലോ. പിള്ളേരെ കൊണ്ടാക്കി വന്നിട്ട് ഇക്കാകത ഇവിടെ ഇരുന്ന് പേപ്പർ വായിക്കാണ്. ഇതുപോലത്തെ പേപ്പർ വായിക്കുന്ന ശീലങ്ങളുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചൂട് പുട്ടും മുട്ടക്കറിയും കട്ടൻ ചായയും കൂടി ഞങ്ങൾ ഇതേ കഴിക്കാനിരുന്നു. ഈ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടുണ്ടല്ലോ ചൂടോടുകൂടി കഴിക്കാനാട്ടോ കുറച്ചും കൂടിയും ടേസ്റ്റ്. കറിയില്ലാതെ വെറുതെ തിന്നാനും അടിപൊളിയാണ്. അപ്പൊ ഇതേ കറിയൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത്. ഈ പുട്ടും മുട്ടക്കറിയുടെയും കൂടി ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. പപ്പടം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് പപ്പടം വർക്കായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നത്. ഇനിയിപ്പോ എന്തായാലും പപ്പടം നാളത്തെ ബിരിയാണിയുടെ കൂടെ എടുക്കാല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.